സാറിന്റെ തോട്ടാണ് ഇത് അങ്ങനെ ഒരു കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഒരു പോലീസ് ഓഫീസർ എസ് ഐ അയാളുടെ സർവീസ് പീരീഡിൽ അന്വേഷിക്കുന്ന ഒരു മർഡർ കേസാണ്. ഇത് അയാൾ അന്വേഷിക്കുന്ന കേസുകളിൽ പെടുന്ന ഒരു കേസ് മാത്രമാണ്. അല്ലാതെ ഇത് റൈറ്റിംഗ് ടൈമിലാണ് അതിൻ്റെ ഒരു അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് വരുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ അതാണ് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. സ്ഥിരം പോലീസ് വേഷം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് പോലീസ് കഥാപാത്രമായിട്ട് അന്വേഷിപ്പ് ഘട്ടത്തിൽ ട്രെയിലർ കൺക്ലൂഡ് ചെയ്തു. ശരിക്കും അതാണോ ഈ കഥ മീറ്റ് ചെയ്യാനുള്ള റീസൺ? അല്ല, ബേസിക്കലി ഇതിന്റെ കഥ കേട്ടപ്പോൾ നല്ല കഥയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. ഒരു മാസ് മസാല അല്ലെങ്കിൽ ആക്ഷൻ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഓരോ സിനിമയ്ക്കും ഓരോ പർപ്പസ് ഉണ്ടല്ലോ. ഇത് ഇങ്ങനൊരു സിനിമയാണ്. അത് വെച്ച് മാസ് മസാല സിനിമകൾ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അങ്ങനത്തെ സിനിമകളും നല്ല കഥയൊക്കെയാണെങ്കിലും ചെയ്യുന്നതിന് സന്തോഷമുള്ളൂ. ഈ സിനിമ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ഇമോഷണൽ ജേർണിയും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പാട്ടും ഒക്കെ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു തരം സിനിമയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. അല്ല, ഇങ്ങനൊരു ഈ ജോണറിൽ ഒരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടൊരു സിനിമ ചെയ്യണമെന്നുള്ള എൻ്റെ തോട്ടിന് ഏകദേശം എൻ്റെ ഒരു ചിന്തയ്ക്ക് ഒരു 10 വർഷത്തെ പഴക്കമുണ്ട്. 2014 ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവണം. ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഴയ കാലഘട്ടത്തിലെ ഇൻവെസ്റ്റിഗേഷനും പോലീസുകാരുടെ രീതികളും അവരുടെ കുറ്റാന്വേഷണ മെത്തേഡുകളും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കഥ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായത് 2014. ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളോടും അത് പലപ്പോഴായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അത് പക്ഷെ എനിക്ക് അറിയില്ല എങ്ങനെ എത്തും എന്നുള്ളത്. അത് ആലോചിക്കുമ്പോൾ തന്നെ എങ്ങനെ നമ്മൾ കണ്ടുവരുന്ന യൂഷ്വൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളിൽ നിന്നും ഇതിനെ വ്യത്യാസപ്പെടുത്താമെന്നുള്ള ഒരു ആലോചനയും അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ 2020 ഞാനിതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതുന്നത്. ലോക്ക്ഡൗൺ സമയത്താണ് സ്ക്രീൻ പ്ലേ എഴുതുന്നത്. അപ്പോൾ ഈ 6 വർഷത്തെ കാലം എനിക്ക് എൻ്റെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയ ശേഷമാണ് ഞാൻ റൈറ്റിംഗ് ആരംഭിച്ചത്. അപ്പം അതിൻ്റെ ഒരു ന്യൂനസ് ഇതിനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഫുൾ ഇന്റർവ്യൂ അത് ഇതിനു വേണ്ടിയിട്ട് നമ്മള് ഡിസ്കഷൻസ് കുറേ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാക്കളോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ജിൽച്ചേട്ടനായിട്ടും ഡാലിബ്രുമായിട്ടും ഞങ്ങൾ കുറേ ഡിസ്കഷനിൽ ഇരുന്നതാണ്. അങ്ങനെ ഇത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. കമ്മിറ്റ് ചെയ്തിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് വരെ നമുക്ക് ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഇവരിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. കാര്യം ഇത്രയും വർഷം എന്നേക്കാൾ കൂടുതൽ പക്ഷെ ഷൂട്ടിങ്ങിന് മുമ്പ് ഇവരായിരുന്നിട്ടുണ്ടാവും ഈ ക്യാരക്ടറിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക. ഷൂട്ടിംഗ് തുടങ്ങിയതിനു ശേഷം ഇവർ തന്ന ആ ഇൻഫർമേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഞാനും കുറെ ചിന്തിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ ശാരീരികമായിട്ടോ അങ്ങനെയൊന്നും അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യേണ്ട അങ്ങനെ ഒരു സിനിമയല്ല ഇത്. ഇത് മാനസികമായിട്ടാണ് നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറാനായിട്ട്, ആ ക്യാരക്ടറിനെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഈ കണ്ണൂർ സ്കോറിന് ശേഷം വരുന്ന ഒരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ചിത്രം എന്ന നിലയിൽ പ്രേക്ഷകർ ഏത് രീതിയിലായിരിക്കും ഇത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക? എന്നോടാണ്. അതെ, കണ്ണൂർ സ്കോറിന് മുമ്പുണ്ടായിരുന്ന സിനിമകളെ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെ സ്വീകരിക്കാം. കണ്ണൂർ സ്കോറിന് ശേഷം വരുന്ന സിനിമകൾ എങ്ങനെയാണോ സ്വീകരിക്കാൻ പോകുന്നത് അതുപോലെ സ്വീകരിക്കാം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ലാതെ നിങ്ങൾക്ക് എന്താണ് അതിന് നിങ്ങൾ പ്രതീക്ഷിക്കാൻ ഉത്തരം എന്നുള്ളത്. ഓരോ സിനിമയും ഓരോ തരമാണ്. ഇപ്പോൾ കണ്ണൂർ സ്കോഡ് ഡയറക്ട് ചെയ്തിട്ടുള്ള റോബി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതിൻ്റെ എഴുതിയ റോണിച്ചേട്ടൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ 2018 സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ത്രെഡ് അന്നേ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്നേ അത് അടിപൊളിയായിരിക്കും എന്ന് റോണിച്ചേട്ടനോട് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷെ അതിൻ്റെ കഥയൊക്കെ എനിക്കറിയാമായിരുന്നു. ഇതിൻ്റെ കഥയും എനിക്കറിയാവുന്ന കാരണം കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള, അത് രണ്ടും തമ്മിൽ അങ്ങനെ പാരലൽസ് ഡ്രോ ചെയ്യാൻ പറ്റാത്ത സിനിമകളാണ്. തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൻ്റെയും അന്വേഷകരുടെയും കഥ അതിലുമുണ്ട് ഇതിലുണ്ട്. പക്ഷെ ഇത് വേറൊരു സിനിമയാണ്. നിങ്ങൾ അതിൻ്റെ മറ്റ് സിനിമകളുടെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ബെഞ്ച് മാർക്കുകളിൽ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഇതിന് ഈ സിനിമയായിട്ട് ഒന്ന് കണ്ടുപോകും ചിലപ്പോൾ ഇഷ്ടപ്പെടുകയും. എന്താ പറയുക, ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കും
ഇത് ഏതെങ്കിലും ചിലപ്പോൾ ഒരു ഡയറക്ടർ റൈറ്ററുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും അത് ചിലപ്പോൾ ഏത് കാലത്ത് ഇറങ്ങിയ സിനിമയായിട്ട് ചെറിയ സാമ്യം ഉണ്ടാവാം. ഉടനെ ഇത് ആ സിനിമയായിട്ട് സാമ്യമുണ്ട്, ഇത് അങ്ങനെ ഒരു സിനിമയാണ്, പിന്നെ സിനിമയുടെ അഡാപ്ഷനാണ് ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു സിനിമയുടെ അതേ കോപ്പി ആണെന്നുള്ള പോലും സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അന്വേഷിച്ച് കണ്ടെത്തുന്ന സിനിമ അങ്ങനെ ഒന്നിന്റെയും കോപ്പിയല്ല. ഇത് ചിലപ്പോൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള കേസുകൾ കോപ്പി അടിച്ചു തോന്നുന്നിരിക്കും, പക്ഷെ മറ്റൊരു സിനിമയെ കോപ്പി അടിച്ചാലും തോന്നില്ല, ഉറപ്പായിട്ട് തോന്നില്ല. കഥാപാത്രം ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ ഒരിക്കലും കണക്റ്റഡ് ആവരുത് ശ്രമിക്കും. ഒരു ആക്ടർ അവരൊന്ന് ഷേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ടോവിനോ എന്നൊരു ആക്ടർ ഇനിയും വരാൻ പോകുന്ന ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമകളുണ്ട്. എങ്ങനെയാണ് പ്രേക്ഷകരെ തൃപ്തിപ്പെടാൻ ശ്രമിക്കുന്നത്? ഞാൻ എല്ലാത്തിലും ഈ പറഞ്ഞതുപോലെ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുക, നിങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ക്വസ്റ്റ്യൻ അറിഞ്ഞിട്ടുണ്ടാണ്. ഇതിപ്പോൾ 1980s ഒരു പീരിയഡ് ആണല്ലോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീക്രിയേഷൻ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ ആ ഒരു ടൈം പീരിയഡിൽ ഈവൻ അവരുടെ നമ്മളൊരു വാക്കിംഗ് സ്റ്റൈലിൽ വരെ വ്യത്യാസമുണ്ട്, ഇപ്പോഴത്തതും അപ്പോഴത്തതും. അങ്ങനെ ഓരോ ഇപ്പോൾ ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റീക്രിയേഷൻ എത്രത്തോളം ഒരു ചലഞ്ച് ആയിരുന്നു? അത് ആസ് ആക്ടർ ആൻഡ് ഓൾസോ ആ സെറ്റ് റീക്രിയേഷൻ ഇത് എങ്ങനെയായിരുന്നു? വേറൊരു കാലഘട്ടത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റാത്ത ചില മാനറിസങ്ങളുണ്ട്, പുതിയ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെതായുള്ള മാനറിസങ്ങൾ. പിന്നെ ലുക്കിലാണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോൺ ഇല്ലാത്ത അങ്ങനത്തെ ടെക്നോളജികളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് അതിലെ ആ ഒരു പഴമ ചിലപ്പോൾ ഇപ്പോൾ ഒരു പുതുമയായിട്ട് തോന്നുമായിരിക്കും. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ടോവിനോ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഈ ടോവിനോയുടെ മടിയില് ടോവിനോ ഇങ്ങനെ കിടക്കുന്ന വീഡിയോ ഒക്കെ വന്നു. ശരിക്കും നിങ്ങളെ കെമിസ്ട്രി എങ്ങനെയാണ്? ഞങ്ങളങ്ങനെ ഷൂട്ട് കഴിഞ്ഞിങ്ങനെ നൈറ്റപ്പൊക്കെ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ പാത്രങ്ങൾ മടിയിൽ കിടന്നു. അങ്ങനെ ആദ്യം ഒന്നും കിട്ടിയത് ആരെ എൻ്റെ മടിയിൽ കിടക്കുന്നു, സന്തോഷമായി. അത് ആരെടുത്ത് ഫോട്ടോ ഞാനെടുത്ത് തന്നെ അത് വളരെ സന്തോഷമായി. ഞാൻ പിന്നെ എന്തെങ്കിലും കിട്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇഷ്ടമാണ് എന്തോ. ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ക്രിക്കറ്റ് കളിച്ചു, ഒരുമിച്ച് എല്ലാവരും കൂടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്ത്. ഈ സിനിമയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിനിമയുടെ നാളത്തെ വെർഡിക്ട് എന്തും ആയിക്കോട്ടെ, ഈ സിനിമ ചെയ്തത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പുതിയ നല്ല സുഹൃത്തുക്കളെ കിട്ടുകയും ഒരുപാട് നല്ല സമയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ട്രഷർ ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ വെർഡിക്റ്റിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഞങ്ങളുടെയൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് ഒരിക്കലും ഇനി മുന്നോട്ടുള്ള സൗഹൃദങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സിനിമയുടെ നല്ല ഒരു സിനിമയുടെയും വെർഡിക്റ്റ് അനുസരിച്ചിട്ടല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുള്ളത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. റീസെന്റ് ടോവിനോ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു, ഇപ്പം ഒരു പടവും ഒന്നും നോക്കിയിട്ടല്ല, ഇഷ്ടം നോക്കിയാണ് സിനിമ ചെയ്യുന്നത്, വേറെ ഒന്നും നോക്കിയിട്ടല്ല. ഇപ്പോൾ പണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് റിക്വസ്റ്റ് ചെയ്തൊക്കെയാണ് സിനിമയിലേക്ക് എത്തിയതെന്നും പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം അന്ന് ഹെൽപ്പ് ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരു സിനിമയായിട്ട് വരുമ്പം അത് ടോവിനോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതപ്പോൾ എങ്ങനെയാണ്? ഹൗ ഡു യു സേ നോ? നമ്മൾക്ക് എല്ലാവർക്കും കുറേ സൗഹൃദങ്ങളുണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ പല സിനിമകളും ചെയ്യാതിരിക്കാം. പക്ഷെ അതൊന്നും പ്രേക്ഷകർ അറിയേണ്ട കാര്യമില്ല. പ്രേക്ഷക സിനിമ നന്നാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാത്ത ആളാണ് ഞാൻ. എന്നാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്കിത് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ പ്രേക്ഷകരോടും എൻ്റെ സുഹൃത്തിനോടും ചെയ്യുന്ന ഒരു ചതിയല്ലേ, നീതികേടല്ലേ. നമുക്ക് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഇത് ഇത്ര കളക്ഷൻ വരും, ഇത് ഇത്ര സെൻട്രൽ ഓടും, ഒന്നും നമുക്കറിയില്ല. നമുക്ക് അങ്ങനെ ഒന്നും നമ്മളുടെ കഥ പറയാൻ വരുന്നവരോട് നിങ്ങൾ ഒരിക്കലും ഒന്ന് എടുത്ത് കാണിക്കും എന്നിട്ട് ഞാൻ ഒന്ന് അഭിനയിക്കാം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് നമ്മളുടെ പേഴ്സണൽ ബന്ധങ്ങളെക്കാൾ ആ സിനിമ നന്നാവുക, അതിനനുസരിച്ച് പേഴ്സണൽ ബന്ധം ചിലപ്പോൾ രണ്ടുപേരും മാത്രം തമ്മിലായിരിക്കും. പക്ഷെ ആ സിനിമയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആ സിനിമയിൽ ചെയ്ത എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു സിനിമയാവാം എന്നുള്ളതാണ്. ആർക്കെങ്കിലും പ്രൊഡ്യൂസർ ഉൾപ്പെടെ. അപ്പോൾ ഞാനൊരു സൗഹൃദത്തിൻ്റെ ഒരു മോശം സിനിമ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ പ്രിൻസിപ്പൽസിനെതിരായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട്
വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കുറേയൊക്കെ ഷുഗർ കോട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് സത്യസന്ധമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. ചെയ്തുകൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഓവർ ഹൈപ്പ് വരുന്ന ചിത്രങ്ങളൊന്നും അത്രയും അത് എപ്പോഴാണത് ഓവർ ഹൈപ്പ് ആവുന്നത്? അത് ഹൈപ്പ് എങ്ങനെയാണ് ഓവർ ഹൈപ്പ് ആവുന്നത്? എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഓവർ എക്സ്പെക്ടേഷൻ ആവുന്നത്? നമ്മള് മുന്നോട്ട് നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റുകൾ തന്നിട്ടുണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതേ സിനിമ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അത് ഓവർ ഹൈപ്പോ ഓവർ എക്സ്പെക്ടേഷനോ ആവുന്നത്. അങ്ങനെയൊന്നും അല്ലാതെ ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം എന്ന് തുറന്ന മനസ്സോടെ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിരക്കിലേക്ക് വീണ്ടും ഇങ്ങനെ പറയുന്നത്. മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസർ കഴിഞ്ഞിടെ പറയുണ്ടായി, അതായത് ഇപ്പം മലയാള സിനിമകളെക്കാളും മറ്റ് അന്യഭാഷ സിനിമകൾ തിയേറ്ററിൽ എണ്ണം കൂടുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് ഇവിടെ ഒരു വാല്യൂ കുറഞ്ഞുകൊണ്ടേ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. പക്ഷെ എങ്കിൽ കൂടി മറ്റ് അന്യഭാഷ ചിത്രങ്ങളിൽ ഇവിടെ പ്രാധാന്യം കൂടുമ്പോൾ മലയാളത്തിൽ ഇവിടെ പ്രാധാന്യം പോയാണ്. ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ അഭിനയിക്കുന്ന നല്ലൊരു ആക്ടർ ഉണ്ടാകും. എന്താണ് താങ്കളുടെ അഭിപ്രായം? ആസ് ആൻ ഓഡിയൻസിനുള്ള അഭിപ്രായമാണ്. ആസ് ആൻ ഓഡിയന്റ് മലയാള സിനിമകൾ ഇച്ചിരൂടെ മറ്റു ഭാഷകൾ അംഗീകരിക്കപ്പെടുന്ന പോലെ തന്നെ മലയാള സിനിമകൾ ഇച്ചിരൂടെ അംഗീകരിക്കപ്പെടണമെന്ന് ചോദിച്ചിരുന്നു. അംഗീകരിക്കപ്പെടണം എന്നല്ലേ പറഞ്ഞത്? ആരാണ് അംഗീകരിക്കുന്നത്? ഇച്ചിരൂടെ തിയേറ്ററുകളിലായാലും ഇപ്പം ഒരു സിനിമ ഓടുന്ന ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച ഓടിക്കൊടുന്ന തിയേറ്ററുകളിൽ ഒരു മറ്റ് ഒരു തെലുങ്കോ അല്ലെങ്കിൽ കന്നഡയോ ഒരു സിനിമ ആകുവാണെങ്കിൽ നല്ല സിനിമ ആയിരിക്കാം, പക്ഷെ അത് ഇച്ചിരി തിയേറ്റർ എണ്ണം കൂടുമ്പോൾ ആളുകൾ അതിലായിരിക്കും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പുറത്തൊരു മലയാള പടമാണെങ്കിൽ അത് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് ഞങ്ങളുടെ സിനിമകൾ പരമാവധി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാ സിനിമയും ഒരുപോലെ നന്നാവും എന്നൊന്നും ഉറപ്പ് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാ സിനിമയുടെ പിന്നിലും അതേ എഫേർട്ടുണ്ട്. ഇവിടെ വിജയിക്കുന്ന സിനിമകളുടെയും പരാജയപ്പെടുന്ന സിനിമകളുടെയും ഒക്കെ പിന്നിലും അതേ എഫേർട്ടില്ല. ഒരാളെയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ സിനിമ ചെയ്യുന്നത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് നമ്മൾ ഇത്രയും പണിയെടുത്തൊരു സിനിമ ചെയ്യില്ല. സിനിമ നന്നാവണം എന്നാഗ്രഹിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇതിൽ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയും. പരമാവധി പ്രമോഷൻ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയാലല്ലേ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ വരാൻ പറ്റുള്ളൂ, വരുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയിൽ ഉള്ളതല്ലേ നിങ്ങളെ കാണിച്ച് ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ വന്ന് കാണുക. തിയേറ്റർ നിറഞ്ഞ സദസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മാറ്റി വേറെ സിനിമ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സിനിമയാണെങ്കിൽ അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക, മോശം സിനിമയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് പ്രോത്സാഹിപ്പിക്കുക. അതിൽ പരം നമുക്കിതിന് എന്താണ് മുന്നോട്ട് ചെയ്യാൻ പറ്റുക? മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ചിലപ്പോൾ ഒരുപാട് പണം മുടക്കി നമ്മളിലേക്ക് എത്രയോ അധികം ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ പ്രൊമോഷനും ചെലവിടാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കാം അതിൻ്റെ പിറകിൽ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു, കേരളത്തിൽ നമ്മളുടെ ഒരു സിനിമ കൾച്ചർ വളരെ അടിപൊളിയാണ്. നമ്മൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, അതുപോലെ ഏത് ഭാഷയിലെ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാലും നല്ല സിനിമയാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷൻ അതനുസരിച്ച് ഭയങ്കര കൂടുതലാണ്. മറ്റു പല നാടുകളിലും അവരുടെ റീജിയണൽ ലാംഗ്വേജ് സിനിമയ്ക്ക് ഇത്ര കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ നമുക്കൊരിക്കലും 1000 കോടിയുടെ പടമായിട്ടോ 500 കോടിയുടെ പടമായിട്ടോ അങ്ങനെയുള്ള ബഡ്ജറ്റൊന്നും നമ്മളില്ല. അതിനുള്ള ഭാഗമുള്ളതല്ല. നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുള്ളൂ. ശ്രമിക്കുന്നുണ്ട്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മലയാള സിനിമ വരിക തന്നെ ചെയ്യും. ഇപ്പോഴും മലയാള സിനിമയുടെ അങ്ങനെ കണ്ടന്റ് ബേസ്ഡ് സിനിമകൾ കുറവാണെന്നോ മലയാള സിനിമയ്ക്ക് എല്ലാത്തിനും ക്വാളിറ്റി ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. മലയാള സിനിമകളെല്ലാം നല്ല എഫേർട്ട് എടുക്കുന്നതാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഒരു ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 15-20 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അത്രയും എഫേർട്ട് എടുത്താലേ നമുക്ക് ഇവരൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയാണെങ്കിലും ഈ മാസം വരുന്ന സിനിമകളെ പറ്റി നമുക്ക് നല്ല പ്രതീക്ഷകളില്ല. സിനിമകൾ നല്ലതാണെങ്കിൽ അതിനെ കൈവിടാതിരിക്കുക. നല്ല കണ്ടന്റുള്ള നല്ല സിനിമകൾ അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് ചിന്തിക്കാതെ അതിനെ എന്താ പറയുക ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇപ്പം എത്ര സിനിമകളാണ് ഈ മാസം വരുന്നത്? ഇപ്പം തന്നെ ഞാൻ കണ്ടുള്ളൂ മഞ്ഞുങ്ങൾ ബോയ്സിൻ്റെ. ഞാൻ ഭയങ്കര പ്രതീക്ഷ ലഭിച്ചിരിക്കുന്ന സിനിമ. എനിക്ക് അതിൻ്റെ കഥ അറിയാം. ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ പോയിട്ടുണ്ട്. ഞാനത് എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ പോകുന്ന സിനിമയായിരിക്കും. അതേപോലെ രാമയോഗം എന്ന് പറയുന്ന സിനിമ ഇതേപോലെ തന്നെ ഞാൻ കാത്തിരിക്കുന്ന സിനിമയാണ്. അല്ലെങ്കിൽ നമ്മുടെ തുണ്ട് എന്ന് പറയുന്ന സിനിമ ബിജുവിൻ്റെ പടം, അതിൻ്റെ ഡയറക്ടർ തല്ലുമാലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിനിമയോഗ്രാഫറും അതിൻ്റെ പ്രൊഡ്യൂസറും ഒക്കെ എൻ്റെ വളരെ സുഹൃത്തുക്കളാണ്. ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഈ മാസം വരുന്ന സിനിമകളെല്ലാം ഇതിലൊക്കെ നിങ്ങൾക്ക് വർക്കാവുന്ന സിനിമകളുണ്ടെങ്കിൽ അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങൾക്കത് ഭയങ്കര സഹായമായിരിക്കും. അതല്ലാതെ ഞങ്ങൾ ഉഴപ്പിയിട്ടോ വേണ്ടെന്ന് വെച്ചിട്ടോ ഒരിക്കലും ഒരു സിനിമ മോശമാകാറില്ല.
ആർക്കും മുൻകൂട്ടി കാണാൻ പറ്റില്ല ഒന്നും. എല്ലാം ഒരു ശ്രമമല്ലേ. ആ ശ്രമം വിജയിച്ചാൽ അടിപൊളി, പരാജയപ്പെട്ടാൽ അടുത്ത പരിപാടിയായിട്ട് വീണ്ടും വരണം. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാ ഇപ്പൊ ചില അതൊരു പരാജയമാണ്. സിനിമ നന്നാവുക, സിനിമയുടെ കൂടെ നമ്മൾ നന്നാവുക എന്നുള്ളതല്ലാതെ എങ്ങനെ വന്നാലും ഒരു പരാജയമാണ്. സിനിമ ഭയങ്കര നന്നായിട്ടും പെർഫോമൻസുകൾ മോശമായാലും അതൊരു പരാജയമാണ്. പക്ഷെ ഇതൊന്നും എന്നാൽ ഒരു മോശം സിനിമയിൽ നല്ല ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ, ഒരു നല്ല സിനിമയിൽ ഒരു മോശം ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ രാവിലെ കുളിച്ച് മുട്ടപ്പനായിട്ട് നമ്മൾ പണിയെടുക്കാൻ ഇറങ്ങുകയാണ്. അതിനെടുക്കുന്ന പണികൾ നിങ്ങളുടെ ജോലികളെക്കാൾ കുറച്ച് കൂടുതൽ ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജോലി നിങ്ങളെല്ലാവരും കൂടെ വിധി എഴുതുകയാണ്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞാലേ ഞങ്ങളുടെ ജോലി ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടോ മോശമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല ഒരു പരീക്ഷ ചെയ്തിട്ട് പേപ്പർ കിട്ടാൻ കാത്തിരിക്കുന്ന പോലെയാണ് നമ്മൾ എല്ലാ പടത്തിലും കാത്തിരിക്കുന്നത്. ഇപ്പം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പോലീസ് കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ക്രിപ്റ്റുകൾ കൂടുതലും പോലീസ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പം കൽക്കിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് അതിനുശേഷം അങ്ങനെയാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പടത്തിന് ശേഷം അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു? അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ഒരു പടത്തിന് ശേഷം കഥ കേൾക്കുന്ന സിനിമകളല്ല ഞാൻ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടില്ലാത്ത പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ താല്പര്യം ഉണ്ടാവും. ചെയ്തിട്ടുള്ള പോലത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഞാൻ ആ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് പുതിയ സിനിമയിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക. നമ്മളെല്ലാത്തിലും ഇതുപോലെ നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാനൊരു പെർട്ടിക്കുലർ ഇങ്ങനൊരു പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനൊരു ടെംപ്ലേറ്റ് എൻ്റെ മനസ്സിലില്ല. ഒരു കഥ കേൾക്കുമ്പോഴായിരിക്കും ഇത് നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ ചെയ്യില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു ഇന്നതുപോലത്തെ എന്നെ ചലഞ്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ഞങ്ങൾക്ക് എഴുതുമ്പോഴുള്ളത്. ഞാൻ അത്ര ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുമില്ല. ഞാൻ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന ആളുമാണ്. എല്ലാ സിനിമയും എല്ലാ ദിവസവും ഷൂട്ടും എനിക്ക് ചലഞ്ചിങ് തന്നെയാണ്. ആർക്കും അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു പുതിയ കാര്യമായിരുന്നു. അത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, അപ്പം അഭിനയിക്കാൻ ആളുമല്ല, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അതൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നിങ്ങളായിരുന്നു. പക്ഷെ പിന്നീടാണ് അതങ്ങനെ ഭയങ്കര ഒരു അങ്ങനെ കുറേ പെർഫോമൻസ് മുഹൂർത്തങ്ങളുള്ള അങ്ങനത്തെ ക്യാരക്ടറൊന്നുമല്ല. അത് എൻ്റെ അപ്പനായിട്ട് തന്നെയാണ്. ഒരു 3-4 ഷോട്ടിൽ ആണ് ഉള്ളത്. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഷൂട്ടിന് വരുന്ന സമയത്ത് LKG പിള്ളേരൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കാണ് ഏറ്റവും കൗതുകം. ഇത്രയും കാലം മോനാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. 10 സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത്. എനിക്കും അതിനൊരു കൗതുകം ഉണ്ടായിരുന്നു. അത് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്താണ് എന്തെങ്കിലും ഉപദേശങ്ങൾ അവസാനത്തെ തീരുമാനം എടുക്കുന്നതിന് അപ്പൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത്. അത് സിനിമയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ചോദിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്. ബാക്കി എന്ത് ജീവിതത്തിൻ്റെതായിട്ടുള്ള ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും ബാക്കി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പൻ്റെ അടുത്താണ് ഞാൻ ഉപദേശത്തിന് വേണ്ടി ചെല്ലാറുള്ളത്. ഇതിൽ മാത്രമാണ് എനിക്ക് അപ്പന് കുഴപ്പമില്ല പറഞ്ഞുതരാൻ പറ്റുന്നത്. കുറച്ച് അതെന്ന് വെച്ചാൽ സിനിമയിൽ അല്ലെങ്കിൽ അപ്പനങ്ങനെ സിനിമയെ പറ്റി ഭയങ്കരമായിട്ട് നോളജുള്ള ആളല്ല. പുള്ളി സിനിമ കാണുന്ന ആളാണ് നന്നായിട്ട്. അങ്ങനെ ഒരു കൾച്ചർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. കുറെ സിനിമകൾ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് പരിചയമില്ലാത്ത അപ്പനെ ഒരു പുതുമോദനം കൊണ്ടുവന്നത് ഞാൻ കുറച്ച് ആളുകൾ 12 കൊല്ലമായിരുന്നു. ഈ ഒരൊറ്റ ഏരിയയിലാണ് എനിക്ക് അപ്പനങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളത്. അത് എനിക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യമായിരുന്നു. ഈ ടോവിനോയുടെ അഭിനയം നേരിട്ട് കണ്ടപ്പോൾ അച്ഛൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അല്ല, അഭിനയം നേരിട്ട് പോകുമ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഒരുമിച്ചൊരു ഫ്രെയിമിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങൾക്കൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് സിനിമ കാണാൻ തോന്നിയൊന്നും പറ്റില്ല. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എടുത്തു വെക്കാനൊരു ഷോട്ടല്ലേ. അപ്പം കാലങ്ങളോളം ഇപ്പോൾ നമുക്ക് അതൊരു ഹിസ്റ്ററി അല്ലേ സിനിമ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കൗതുകമാണ് കൂടുതലും രണ്ടാൾക്കും തോന്നിയിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ട്. അപ്പന് കൂടാണല്ലോ. അപ്പൊ അതിൻ്റെ ഇമോഷണൽ ഉണ്ട്. ഡയറക്ടേഴ്സ് ആക്ടറാണ് ടോബി. നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ പറയുന്നത് പെട്ടെന്ന് ടോബിക്ക് മനസ്സിലാവും. പിന്നെ ആ ക്യാരക്ടറിന് വേണ്ടി എന്തെങ്കിലും എഫർട്ട് ഇടാനും പുള്ളിക്കൊരു മടിയില്ല. നമ്മൾ സ്റ്റാർ ലൊക്കേഷനിൽ നിൽക്കുന്നത് നമ്മൾ ആ ഒരു കോൺഷ്യസ് നമ്മൾ ആകുന്ന സമയത്താണ് നമ്മൾ ഡയറക്ടർ എന്നുള്ള രീതിയിലായിട്ട് ഞാൻ പറഞ്ഞാൽ അത് പുതിയ ഡയറക്ടർ എന്നുള്ള എന്നെ സംബന്ധിച്ചിട്ട് ഒരു സ്റ്റാർ ലൊക്കേഷനിൽ നിൽക്കുന്നു എന്നുള്ളൊരു ഫീൽ വരുമ്പോഴാണ് നമുക്ക് ആ ടെൻഷൻസ് കൂടുന്നത്. പക്ഷെ ഒരിക്കലും ഒരു ടോബി നമ്മൾ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ വേണ്ടി എത്ര എഫേർട്ട് ഇടാനും
ഒരു മടിയില്ലാത്തതാണ്. അപ്പം നമുക്കും അത് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻസ് ഈസി ആവും. വേറെ നമ്മൾ കെയർ ചെയ്യേണ്ട, നമുക്കൊരു കോൺഷ്യസ് ആകണ്ട, ഒന്നുമില്ല. നമ്മൾ വളരെ അടുപ്പമുള്ള ഒരാളിനെ കൊണ്ട് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും നന്നായിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഡയറക്ടേഴ്സ് ആക്ടറാണെന്ന് അറിയില്ല. ഡെഫിനറ്റ്ലി ഞാനൊരു ടീം പ്ലെയറാണ്. അപ്പോൾ ചുറ്റുമുള്ള ക്രൂവിൻ്റെയും ഡയറക്ടറുടെയും റൈറ്ററിൻ്റെയും സിനിമാറ്റോഗ്രാഫറിൻ്റെയും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് എൻ്റെ പെർഫോമൻസ് നന്നാവുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനൊരു ടീം പ്ലെയറാണെന്ന് പറയാം ഉറപ്പായിട്ടും. ഞാൻ ഭയങ്കരമായിട്ട് ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും എനിക്ക് സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഈഗോകാരനോട് ഞാൻ ഒരിക്കലും ചോദിക്കാതിരിക്കില്ല. ഞാൻ ചോദിക്കും. എനിക്കത് അൾട്ടിമേറ്റ്ലി പടം നന്നാവണം, പെർഫോമൻസ് നന്നാവണം, മാത്രമേ. ഇപ്പോൾ സാധാരണ റിലീസിന് ശേഷം നായകൻ്റെ ഇൻട്രോ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളൊരു അതിന് വേണ്ടിയിട്ട് എന്ത് മുൻകരുതലാണ് കരുതിയിട്ടുണ്ട്? എനിക്ക് ഞങ്ങൾ മുൻകരുതലെടുക്കുന്നതിനേക്കാളും അതുകൊണ്ട് ചെയ്തിരുന്ന പോലെ അത് ആ സിനിമയോട് ചെയ്യുന്ന ദ്രോഹമാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അത് ഇൻട്രൊഡക്ഷനൊന്നുമല്ല. ഇൻട്രൊഡക്ഷനൊക്കെ എനിക്കറിയില്ല. അത് പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഇതിനകത്ത് മർമ്മപ്രധാനമായിട്ടുള്ള സീനുകളൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തിരുന്നത് ചിലപ്പോൾ സിനിമയുടെ ആസ്വാദനത്തിന്, അതായത് അത് ഞങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹം എന്നുള്ളത് പോലെ തന്നെ ആ സിനിമ കാണാത്ത ബാക്കിയുള്ള പ്രേക്ഷകരോടും ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് മാന്യമായ രീതി. അതിന് മുൻകരുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ തിയേറ്ററിലും പോയിട്ട് നമുക്ക് ആരൊക്കെ മൊബൈൽ എടുക്കുന്നുണ്ട് നോക്കി ഇരിക്കാൻ പറ്റും. എത്രയോ പേരല്ലേ സിനിമ കാണാനായിട്ട് ഒരു തിയേറ്ററിൽ വരുന്നത്. അത് സ്വയം തോന്നി ചെയ്യാതിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും അതിൻ്റെ ന്യായം. പക്ഷെ കാലങ്ങളായിട്ട് ഇതേപോലെ തന്നെ ഫസ്റ്റ് റിലീസിന് ശേഷം ഇതിൻ്റെ ഒരു കോപ്പീസ് എന്താണ് സൈറ്റിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊക്കെ എന്താണ്? കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇതുവരെ അത് മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണമെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നവരെ തന്നെ വിചാരിക്കണം. നമ്മളെ സൈബർ ലോക്ക് അത്രയൊക്കെ നമുക്ക് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം എന്ന് പറഞ്ഞൊരു സിനിമ അങ്ങനെ ഇപ്പം ഞാനും ചെറുപ്പത്തിലൊക്കെ അങ്ങനത്തെ വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് OTT ഉണ്ട്, തിയേറ്ററിൽ കാണാം. ലീഗലി നമുക്ക് അതിനെ കാണാനുള്ള സാഹചര്യങ്ങളുണ്ട്. ക്യാമറ പ്രിന്റിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ OTT-യിലേക്ക് പല സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ 5-6 OTT-യൊക്കെ സിനിമ എടുക്കുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ടും ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരാണ്? അത് കാണാനുള്ള ആളുകളുള്ളതുകൊണ്ടായിരിക്കും ഇത് ആരെങ്കിലൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. അത് കാണണ്ടാവും നമ്മളും ഇടത്തോ ഇടണ്ടെന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഇത് തീരുള്ളൂ. അങ്ങനെ തീരുമാനിക്കുന്നില്ലല്ലോ. ഹലോ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് വിക്ടിംസാണ്. നിങ്ങളത് പറയേണ്ടത്. എഴുത്തുകാരനോടാണ് ഒരു മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് മാന്യവും യുക്തവുമായ നടപടി. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ അങ്ങനത്തെ യാതൊരു ഡയലോഗുകളും സെൻസർ ചെയ്തിരുന്ന ഒരാളല്ല. ഈ ഇരിക്കുന്ന ഡാർവിനോ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ടോബിപ്രോയോ ഒക്കെ 7-8 തവണ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവും. നാളെ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയിലെ നായകൻ പൃഥ്വിരാജാണ്. അദ്ദേഹം ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് എന്നെ ഓർമ്മിപ്പിക്കുകയും എന്നോട് പറയുകയും ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ജനുവനാണെന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ മാറ്റും. എന്നാൽ ഏതൊരു സമയത്തും ബോധപൂർവമായിട്ട് അത്തരം ആരെയും ഒരു കമ്മ്യൂണിറ്റിയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെ അല്ല. അപ്പോൾ അത് അന്ന് അങ്ങനെ കുറച്ച് ആളുകൾക്ക് അത് വിഷമമുണ്ടാക്കി ആ മൊമെന്റിൽ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ കഴിഞ്ഞു. എൻ്റെ അടുത്ത എല്ലാ സിനിമകളിലും അത്തരം ഡയലോഗുകൾ ഉണ്ടാവുമെന്നു ഞാനത് ചിന്തിച്ചിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുമെന്നോ ഒന്നും ആരും വിചാരിക്കണ്ട. സിനിമ ആ സിനിമയിൽ ഇങ്ങനെ മനഃപൂർവ്വം തെറ്റുണ്ടായി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അത് നിരുപാധികം മാപ്പി വയ്ക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാവരും മറന്നു കിടന്നൊരു കാര്യം ഇവിടെ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി ഓർമ്മിപ്പിച്ചത് സുഖം കിട്ടി അല്ലേ? ഒരു കണ്ടന്റ് കിട്ടിയില്ലേ? തെറ്റേറ്റു പറഞ്ഞ് എഴുതുകാരൻ ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് എഴുതുകാരൻ അല്ല. അങ്ങനെയാണ് കണ്ടന്റിൽ വാർത്ത വരാം. മറ്റേ ഹെഡ്ലൈൻ അങ്ങനെ വരാം. ഒരു സുഖം കിട്ടിയില്ലേ? കണ്ടപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു. എന്താ ഞാൻ പുറത്തേക്ക് കണ്ടില്ല, ഓർമ്മയുണ്ടെന്ന്. കൊള്ളാം, അത് അപ്രീഷിയേറ്റ്. എനിക്ക് അങ്ങനെ ആരും പേടിയൊന്നും. അപ്പൊ ഇത്തരം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെ വന്നാൽ അഭിനയിക്കുന്ന ഒരു ആരെങ്കിലും ആ മുഖത്തേക്കും കൂടെ ഒന്ന് വെക്കാൻ നോക്കാം. എല്ലാവരും ഒരു സൈഡ് മാത്രം കാണും. വെച്ചില്ലേ? ആ ചോദിക്കും. അല്ല, അത്തരം അഭിനേതാവാണോ അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു പടത്തിൽ ഡിറ്റർമിനേഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അയാൾ വൃത്തിയുള്ളവരാണെന്ന് വിചാരിക്കുക, അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, ചെയ്യാൻ പറ്റില്ല അങ്ങനെ?
പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളെ ഡയലോഗുകൾ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല. കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ, എക്സ്ക്ലൂസീവ് ആയോ, പുള്ളി ഒന്ന് ട്രാക്ക് മാറ്റാൻ നോക്കിയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ല ട്രാക്ക് മാറ്റം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മതമാരി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിർത്തിയത് ഞാൻ എന്നും നിർത്തി, നിങ്ങളെ കാണാൻ കിടക്കണേലുള്ളൂ, നിർത്തിയിട്ടില്ല. അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ? മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയും, മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്റിമേറ്റ് സീൻ പറഞ്ഞിട്ട് ഞാനൊരു കഥ വരുമ്പോ ഇതും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സിനിമയില് സാഹചര്യം വന്നാലല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. നാളെ തന്നെ വേണം. ഞാൻ പറഞ്ഞൊരു കഥ കേട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് ഒരു സിനിമയായിട്ട് ഒരു പ്രൊജക്ട് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആലോചനകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് 2 questions. ഈ അന്വേഷിപ്പിൻ കണ്ടെത്തുവിന്റെ പോസ്റ്റർ ഒക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യമേ ഫസ്റ്റ് ഫീൽ ചെയ്തത് ഈ സോക്കോൾഡ് ഒരു പ്രകൃതി പടം അല്ലെ ആർട്ട് മൂവി എന്നുള്ള രീതിയിലാണ് തോന്നിയത്. പക്ഷേ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പം കുറച്ച് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ ഉള്ള മൂവി ആയിട്ട് തോന്നി. അപ്പം പ്രേക്ഷകൻ എന്ത് പ്രതീക്ഷിച്ചാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും കാണുന്നത്? സോക്കോൾഡ് പ്രകൃതിപ്പടം, ഈ സോക്കോൾഡ് പ്രകൃതിപ്പടം എന്ന് പറയുന്ന ടേം നിങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ട കാലമായി. അതിനു മുമ്പ് ഇന്ത്യയിൽ, ഓൾ ഇന്ത്യയിൽ, OTT നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി പടങ്ങൾ വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത്? മോശമല്ലേ? അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിന് പ്രകൃതി പടവും വികൃതി പടവും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരേപോലത്തെ അല്ലെങ്കിൽ സിമിലർ പാറ്റേണിലുള്ള കുറേ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കിപ്പോൾ ബോറടിക്കും. ഇനി കുറച്ചു കാലം വേറെ തരം സിനിമ കാണാമെന്ന് നമുക്ക് തോന്നും. ഇതും ബോറടിക്കും. എഴുതി വെച്ചോ, പ്രകൃതി പടങ്ങളിലേക്ക് നമ്മളെ തിരിച്ചു വരികയും ചെയ്യും, അന്ന് നമ്മൾ ഓർക്കുകയും ചെയ്യും. താങ്ക് യു. നിങ്ങൾ ഈ പറഞ്ഞ റിയലിസ്റ്റിക് സിനിമകളിലെ പ്രകൃതി പടങ്ങൾ എന്ന് പറഞ്ഞത്, റിയലിസ്റ്റിക് സിനിമകളിലും നല്ലതും മോശമുണ്ട്, അല്ലെങ്കിൽ മാസ് മസാല സിനിമകളിലും നല്ലതും മോശമുണ്ട്. റിയലിസ്റ്റിക്കിനേക്കാളും ഉപരി എലിവേറ്റഡ് ആർട്ടിസ്ട്രി ആ ഒരു ഫോമിലാണ് പല സിനിമകളും ഈ പറയുന്ന പ്രകൃതി പടം. അങ്ങനെ സിനിമകൾ മാത്രമാണോ പ്രകൃതി പടങ്ങൾ വിളിച്ചിട്ടുള്ളത്? ഒരു പടം ഇച്ചിരി സ്ലോ ആയാലും കളത്തോടും താഴ്പോയാലും ഒരു ഇച്ചിരി സമയം എടുത്ത് കഥ പറഞ്ഞാലും ഉടനെ പ്രകൃതി പടം എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങളാ പറയുന്ന സോക്കോൾഡ് പ്രകൃതി പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോക്കോൾഡ് പ്രകൃതി പടം എന്ന് തന്നെ പറയില്ല. നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മോശമല്ലേ? ഒരിക്കലും അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നീട് അതിനെ തള്ളി പറയുന്നത് മോശമല്ലേ? ശരിയാണ്, അങ്ങനെയുള്ള സിനിമകൾക്ക് ഇപ്പോൾ ഡിമാൻഡില്ല. ഡിമാൻഡുള്ളൊരു സമയം ഉണ്ടായിരുന്നല്ലേ, ഇനിയും വരും. അങ്ങനെയല്ല എല്ലാ ഒരു 10-20 കൊല്ലം കൂടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? നാട്ടുപുറം കഥകളൊക്കെ കുറേ ഉണ്ടായിട്ട് പിന്നെ നമ്മൾ പിന്നെ കുറേ നാൾ ബോംബെ പോയിട്ട് ഇടികൂടി അങ്ങനെ കഴിഞ്ഞ് കുറേ അങ്ങനെ പലതരം സിനിമകൾ തന്നെ പാറ്റേൺ പോലെ വന്ന് പോയില്ലേ? അതിന് ഏതെങ്കിലും ഒരു തരം സിനിമേനെ മാത്രം അങ്ങനെ തള്ളി പറയേണ്ട കാര്യങ്ങളൊന്നും തോന്നില്ല. നിങ്ങൾ എല്ലാ തരം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ നല്ല സിനിമയും മോശം സിനിമയും നിങ്ങൾക്ക് വേർതിരിച്ച് പറയാം. അല്ലാത്ത എല്ലാ സിനിമയാണ്. അത് പ്രകൃതിയാണോ, വികൃതിയാണോ, മാസാണോ, ആക്ഷനാണോ, ഹൊററാണോ ഒന്നും നോക്കണ്ട. നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയാൽ മതി. എല്ലാത്തിലും അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്ത് എന്ത് വേണം ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാനല്ലോ.